എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ രാവിലെ എണീറ്റ് പാടെ ഞാൻ നമ്മുടെ കറ്റാർവാഴയ്ക്ക് വെള്ളം ഒഴിക്കാനായിട്ട് വന്ന കേട്ടോ. ഇതിൻ്റെ കാര്യം ഭയങ്കര രസമാണ്. ഈ കയ്യാലപ്പുറത്തെ തേങ്ങ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ഞങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു മാസത്തെ ഗ്യാപ്പൊക്കെ വരവേ, ആ സമയത്ത് അത് ഉണങ്ങിപ്പോകും. പിന്നെ വന്നു കഴിയുമ്പം വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് ജീവിപ്പിച്ച് കൊണ്ടുവരും. അപ്പോഴേക്കും തിരിച്ച് നാട്ടിൽ പോകാനായിട്ടുള്ള സമയമാകും. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. പിന്നെ ദേ രാവിലത്തെ മോർണിംഗ് ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉലുവയായിട്ട് ഇടുന്ന, ചിലപ്പം കറുവാപ്പട്ട, അതുപോലെ ചിലപ്പോൾ ജീരകം, അങ്ങനെയൊക്കെ മാറി മാറിയിടുവേ. അങ്ങനെ ഉലുവയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതൊരു കപ്പിലേക്ക് മാറ്റി വെച്ചു. ഇനി വെള്ളത്തിൻ്റെ ചൂടാറുന്നതിനനുസരിച്ചിട്ട് പയ്യെ പയ്യെ കുടിക്കണം. ഇന്ന് ഭയങ്കര സമാധാനമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. പയ്യെ എല്ലാം ചെയ്താൽ മതി. കാരണം തലേദിവസം മാവരച്ച് വെച്ചത് കൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇത്തിരി എളുപ്പമാണ്. ഇനി തേങ്ങ കുറച്ച് തിരുമ്മി എടുക്കണം, ചമ്മന്തി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ തിരുമ്മി മാറ്റി ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാവരച്ച് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ മാവരച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഏറ്റവും എളുപ്പമുള്ള ഇഡ്ഡലി തന്നെയാണ് ഉണ്ടാക്കുക. അങ്ങനെ ഇഡ്ഡലി ചെമ്പിലേക്ക് മാവൊക്കെ കോരി ഒഴിച്ചിട്ട് അത് ആ ചെമ്പിലേക്ക് മാറ്റി അത് വേവാനായിട്ട് അവിടെ വെച്ചു. ഇനിയിപ്പം അതവിടെ ഇരുന്ന് വെന്തോളും, അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ആ സമയത്ത് തേങ്ങ ചിരകിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ സമയത്ത് ചമ്മന്തി ഉണ്ടാക്കി അരച്ച് വെച്ചു. ഇനി അതൊന്ന് താളിച്ച് ചേർക്കുക മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് കുഞ്ഞാപ്പി നല്ല ഉറക്കം കേട്ടോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാം ചെയ്ത് തീർക്കുകയാണ്. ഉച്ചക്കത്തേക്കുള്ള ഫുഡും കൂടി റെഡിയാക്കണം. ചോറ് വെക്കുന്നില്ല. മോരുകറി ഉണ്ടാക്കിയിട്ടോ, ഒത്തിരി കളർ കൂടിപ്പോയി, ചമ്മന്തി പോലെ ഇരിപ്പുണ്ടല്ലേ, മഞ്ഞളിട്ടത് ലേശം കൂടിപ്പോയി. അങ്ങനെ ഒരു മോരുകറി പെട്ടെന്ന് ഉണ്ടാക്കി അത് മാറ്റി വെച്ചു. ഇനിയിപ്പം ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ടാക്കണം. കറി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടി. ഞാൻ ബീട്രൂട്ട് ആട്ടോ എടുത്തത്. ബീട്രൂട്ട് എടുത്ത് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് അത് കറിയാക്കി വെക്കും. പിന്നെ ഉച്ചക്കത്തേക്ക് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. ചോറിപ്പോൾ വെക്കില്ല. ചോറ് ആ ഒരു സമയത്തേക്ക് മുമ്പേ വെക്കുള്ളൂ. വലിയ വേവുള്ള അരിയൊന്നും അല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു ഉച്ചയ്ക്ക് അവൾ വരുന്നതിനൊരു കുറച്ച് മുന്നായിട്ട് ചോറിട്ടാൽ മതി. അങ്ങനെ ചോറ് വെക്കുന്നില്ല. ബാക്കി ഉച്ചക്കത്തേക്ക് വരെയുള്ള എല്ലാ കാര്യങ്ങളും രാവിലത്തെ ഈ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കും കേട്ടോ. ഫുഡിൻ്റെ കുക്കിംഗ് മാത്രമേ കഴിഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം കിടക്കുകയാണ്. ഇനി ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയുണ്ട്. അതൊക്കെ ഇനി അവളെ കൊണ്ട് വിട്ടതിന് ശേഷം ടാറ്റാ.